الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മധ്യവേനൽ അവധിയായതിനാൽ മാതാപിതാക്കളും മക്കളും സഹോദരി സഹോദരന്മാരും മറ്റ് കുടുംബാംഗങ്ങളുമെല്ലാം വീട്ടിലും നാട്ടിലുമെല്ലാം ഉണ്ടാകുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരാനാണ് ഒന്ന് രണ്ട് ഖുതുബകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് കുടുംബം എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഭൂമിയിലെ ഏറ്റവും മഹിതമായ പവിത്രമായ ഒരു ദൈവിക സ്ഥാപനം കൂടിയാണ് കുടുംബം എന്നുള്ളത്. നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാറുണ്ട്, സംരംഭങ്ങൾ ആരംഭിക്കാറുണ്ട്. എന്നാൽ കുടുംബമെന്ന സംവിധാനം ആരംഭിച്ചിട്ടുള്ളത് അത് പടച്ചവൻ തന്നെയാണ്, ദൈവത്തിൽ നിന്നു തന്നെയാണ്. നമ്മെ ആരെങ്കിലുമൊക്കെ കാത്തുനിൽക്കാനുണ്ട് എന്നും കയറിച്ചെല്ലാൻ നമുക്കൊരു ഇടമുണ്ട് എന്നുമുള്ള ഒരു ബോധ്യമാണ് കുടുംബം എന്ന് നാം മനസ്സിലാക്കുന്നു. മനുഷ്യ ആരംഭം തൊട്ട് തന്നെ ഭൂമിയിൽ കുടുംബ സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചയുടനെ തന്നെ അദ്ദേഹത്തിന് ഒരു കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം നയിക്കുവാൻ വേണ്ടി തന്റെ ഇണയെ സൃഷ്ടിച്ചതാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും കേന്ദ്ര ബിന്ദു എന്നത് കുടുംബമാണ്, അല്ലെങ്കിൽ കുടുംബമാവേണ്ടതുണ്ട്.
ഒരുപാട് സംസ്കാരങ്ങളെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്കാരവും നാഗരികതകളുമെല്ലാം പിറവിയെടുക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മാതാവിന്റെ മടിത്തട്ടിനോളം വലിയ ഒരു വിദ്യാലയമില്ല എന്നും അവിടെ നിന്നാണ് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ള കാഴ്ചപ്പാടുകളുടെ രൂപീകരണമെന്നും നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാം എവിടെ പോയാലും ആ പോകുന്ന സ്ഥലം എത്ര വിശാലമായിരുന്നാലും, എത്ര സൗകര്യപ്രദമായിരുന്നാലും, എത്രമാത്രം നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നാലും, നമ്മുടെ മനസ്സിലുള്ള ചിന്ത നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരണം എന്നതാണ്. വർഷങ്ങളോളം ഗൾഫ് നാടുകളിലോ വിദേശങ്ങളിലോ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്കും അവർ എത്രമാത്രം സുഖസമൃദ്ധിയിൽ ജീവിക്കുന്നവരാണെങ്കിലും തന്റെ വീട്ടിലേക്ക് എത്തിച്ചേരണം, കുടുംബത്തിലേക്ക് എത്തിച്ചേരണം എന്നാണ് മോഹമുണ്ടാവുക. അങ്ങനെയൊരു കുടുംബവുമായുള്ള ഒരു അറ്റാച്ച്മെന്റ് ഓരോരുത്തരുടെയും മനസ്സുകളിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല 6000-ത്തിലധികം വരുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ അതിൽ പല വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ആരാധനകൾ, നമസ്കാരം മുതൽ ഹജ്ജ് വരെയുള്ള പ്രധാനപ്പെട്ട ആരാധനകളും മറ്റ് ആരാധനകളുമെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനകളെക്കാൾ അധികമായി പ്രതിപാദിച്ചിട്ടുള്ളത് കുടുംബത്തെ സംബന്ധിച്ചാണ്. ഒരുപക്ഷെ നമസ്കാരത്തിന്റെ രൂപങ്ങളും കോലങ്ങളുമൊന്നും ഖുർആനിൽ ഉണ്ടാവുകയില്ല. എന്നാൽ കുടുംബജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ച് വിശദമായി തന്നെ അതിന്റെ വിശദീകരണം പോലും ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നാം ഭൂമിയിലൂടെ എവിടെ സഞ്ചരിച്ചാലും ശരി, ഏതൊരു അലച്ചിലിലൂടെ നാം മുന്നോട്ടു പോയാലും ശരി, ആരോടും ചോദിക്കാതെ കയറി വരാൻ പറ്റുന്ന ഒരു വൻ മരമാണ് നമ്മുടെ കുടുംബം എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഒരു മരത്തിന്റെ ധർമ്മം നല്ല ഒരു കലിമത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചപ്പോൾ അവിടെ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാഅ് തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ എന്ന് പറഞ്ഞ് ആ മരത്തിന്റെ ധർമ്മം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മരത്തിന്റെ ധർമ്മം പോലെ തന്നെ കുടുംബത്തിന്റെ ധർമ്മവും അതിൽ നിന്ന് ഉണ്ടായിത്തീരുകയാണ്. പലപ്പോഴും കുടുംബമെന്നത് പല ആളുകൾക്കും തണലാണ്. കുടുംബാംഗങ്ങളായ ആളുകൾക്ക് സംരക്ഷണമാണ്. കുടുംബാംഗങ്ങളായ ആളുകൾക്ക് സഹാനുഭൂതിയാണ്. കുടുംബാംഗങ്ങളായ ആളുകൾക്ക് സന്തോഷമാണ്. കുടുംബാംഗങ്ങളായ ആളുകൾക്ക് ആവേശമാണ്. ഇങ്ങനെ ഒരു വൻ മരം സമൂഹത്തിന് സമ്മാനിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് സമ്മാനങ്ങൾ, അനുഭൂതികൾ അനുഭവിക്കാൻ കഴിയുന്ന ഒരു വൻ മരമാണ് നമ്മുടെ കുടുംബം എന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. സങ്കടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം ജീവിതത്തിന്റെ കൂടപ്പിറപ്പുകളാണ്. അതൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ടു പോവുകയില്ല. സുഖ ദുഃഖ സമ്മിശ്രമാണ്. അതിനെല്ലാം നിവാരണം വരുത്തുന്ന പലരും നമുക്കുണ്ടാകും. കൂട്ടുകാരുണ്ടാകും, സ്ഥാപനങ്ങളുണ്ടാകും, അതുപോലെ പലരുമുണ്ടാകും. എന്നാൽ നമുക്കുണ്ടാവുന്ന ഏതേത് സങ്കടങ്ങളും പ്രയാസങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ സ്നേഹത്തോടുകൂടി ഓമനത്തോടുകൂടി നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ
അത് കുടുംബമാണ്. നമുക്ക് വേണ്ടി സന്തോഷിക്കാനും നമുക്ക് വേണ്ടി സങ്കടപ്പെടാനും നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാനും ഒട്ടേറെ ആളുകൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ മറ്റു ബന്ധങ്ങളെക്കാൾ അധികമായിക്കൊണ്ട് നമ്മുടെ എല്ലാം കുടുംബങ്ങളിലുണ്ട്. അതുപോലെ തന്നെ പരസ്പരം അറ്റുപോകുന്ന വേർപെട്ടു പോകാൻ സാധ്യതയുള്ള ബന്ധത്തിൽ നിന്നാണ് ഒരിക്കലും മുറിഞ്ഞു പോകാൻ പാടില്ലാത്ത ബന്ധങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിലൂടെ തുടക്കം കുറിക്കുന്നത്. കുടുംബത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വിവാഹമാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. ആ വിവാഹം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് ഒത്തുചേരാൻ ഒരിക്കലും സാധിക്കാത്ത ഒരു അവസ്ഥയാണ് എങ്കിൽ അത് ത്വലാഖ് ചെല്ലുകയോ ഖുൽഅ് അതുപോലെ ഫസ്ഖ് ഇതുപോലെയുള്ള ഒരുപാട് നടപടികളിലൂടെ ആ വിവാഹ ബന്ധം വേർപ്പെടുത്തുവാനുള്ള അധികാരവും അവകാശവുമുണ്ട്. എന്നാൽ ഇങ്ങനെ അധികാരവും അവകാശവുമുള്ള ഈ ബന്ധത്തിലൂടെ ഉണ്ടായിത്തീരുന്ന ബന്ധം, മാതാപിതാക്കൾ എന്ന ബന്ധം, സഹോദരീ സഹോദരന്മാരെന്ന ബന്ധം, രക്തബന്ധം, ഇതൊന്നും തന്നെ അങ്ങനെയൊന്നും ഇല്ലാതെയായിത്തീരുന്ന ബന്ധമല്ല. ജീവിതത്തോടൊപ്പം നിലനിൽക്കുന്നതും ജീവിതത്തിന്റെ ശേഷം ചോദ്യം ചെയ്യപ്പെടുന്നതുമായ ബന്ധമാണ്. അപ്പൊ ചുരുക്കത്തിൽ വേർപ്പെടുത്താൻ കഴിയുന്ന ബന്ധത്തിൽ നിന്ന് ഒരിക്കലും വേർപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് ബന്ധങ്ങൾക്ക് ജന്മം നൽകുന്ന സ്ഥാപനവും കൂടിയാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കുടുംബത്തെ, കുടുംബ ബന്ധത്തെ, കുടുംബ സൗകര്യത്തെ കൂട്ടിയിണക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നത് നമ്മുടെ മേൽ വളരെയധികം ബാധ്യതയായിട്ടുള്ള കാര്യമാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ അർത്ഥമായി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നത് എന്നാണ്. അവിടെ സന്തോഷമുണ്ടാകും, പൊട്ടിച്ചിരികളുണ്ടാകും, ആഹ്ലാദമുണ്ടാകും. അത്തരത്തിലുള്ള ഒരുപാട് സംരംഭങ്ങളും അവസരങ്ങളും ആ കുടുംബത്തിലുണ്ടായിത്തീരും. എന്നാൽ ഇതിന് വിപരീതമായിട്ടാണോ നമ്മുടെ കുടുംബജീവിതം, ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിലുള്ള കുടുംബജീവിതം മുന്നോട്ടു പോകുന്നത് എന്നത് നാം ആലോചിക്കേണ്ടതാണ്. കേരളം എന്ന് പറയുന്നത് ഒരു ചെറിയ സംസ്ഥാനമാണ്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതലുള്ളത് കുടുംബ കോടതികളാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കുടുംബ കോടതികൾ വളരെ കൂടുതലായിട്ട് ഇവിടെയുണ്ട്. വർഷങ്ങളായി തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത ഒരുപാട് കേസുകൾ ആ കുടുംബ കോടതിയിലുണ്ട്. അതെല്ലാം ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളാണ്. അതുപോലെ തന്നെ കൂട്ട ആത്മഹത്യകൾ കുടുംബത്തിൽ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാതാപിതാക്കളും മക്കളും ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്ന രംഗങ്ങളുണ്ട്. അതുപോലെ കുടുംബത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ നാം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ വായിക്കുന്നുണ്ട്. വിവാഹമോചനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. സ്ത്രീ പീഡനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇങ്ങനെ കുടുംബ കോടതികളിൽ മുതൽ അവിടെ നിന്നങ്ങോട്ട് കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്ത, കുടുംബമെന്ന ആ വൻമരത്തിന്റെ ചുവട്ടിൽ അതിന്റെ സംരക്ഷണത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെയും കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. എന്നാൽ ആ കുടുംബത്തിൽ ഇതൊന്നും നടക്കാതെ, വേണ്ടാത്തരങ്ങൾ ഉണ്ടാവാതെ, അധാർമികതകൾ ഉണ്ടാവാതെ, ജീർണതകളിലേക്ക് പോകാതെ, തെറ്റിപ്പിരിയലുകൾ ഉണ്ടാവാതെ ഒന്നിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവേണ്ടതില്ലയോ എന്ന ആലോചന നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടതാണ്. വീട് എന്ന് പറയുമ്പോ അതിന് അറബിയിൽ പറയുന്ന ഒരു പദം മസ്കൻ എന്നാണ്. വീടുണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ അത് നമ്മുടെ പള്ളിയുണ്ടാക്കിയ, കടകളുണ്ടാക്കിയ, വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയ ആ മെറ്റീരിയൽ തന്നെയാണ്. കല്ലാണ്,
സിമന്റാണ്, അതുപോലെ മറ്റുള്ള ഒരുപാട് വസ്തുക്കളാണ്. ഇതെല്ലാം ചേർത്തു വെച്ചുകൊണ്ടാണ് ഓരോ ബിൽഡിങ്ങുകളും ഉണ്ടാക്കുന്നത്. എന്നാൽ അവിടെ വീടിന് പറയുന്ന, അറബിയിൽ പറയുന്ന ഒരു പദമായി നാം പരിചയപ്പെടുന്നത് മസ്കൻ എന്ന പദമാണ്. ബൈത്ത് എന്ന് പറയാറുണ്ട്, ദാറ് എന്ന് പറയാറുണ്ട്. അതുപോലെ മറ്റൊരു പദമാണ് മസ്കൻ എന്ന് പറയുന്നത്, അഥവാ സമാധാനമുണ്ടാവുന്ന ഇടം എന്നാണ് അതിന്റെ അർത്ഥം. വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോ സമാധാനം ലഭിക്കേണ്ടതുണ്ട്. പ്രവാചകൻ ഹിറാ ഗുഹയിൽ നിന്ന് അവിടെ ജിബ്രീൽ വന്ന ആ രംഗത്ത് അതിനുശേഷം വീട്ടിലേക്ക് കയറി ചെന്നപ്പോ സമാധാനം ലഭിച്ചിരുന്നു. സ്വഹാബത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ തങ്ങളുടെ വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് തങ്ങളുടെ ഇണകളോട് സംസാരിക്കുമ്പോൾ സമാധാനവും ശാന്തിയും പരിഹാരവും ലഭിച്ചിരുന്നു. ഇങ്ങനെ ഈ വീട് എന്ന് പറയുന്നത് ഒരു സമാധാനത്തിന്റെ കേന്ദ്രമായി മാറേണ്ടതുണ്ട്. കുടുംബം എന്ന് പറയുമ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്ന മാതാപിതാക്കളും മക്കളും സഹോദരീ സഹോദരന്മാരും കൂട്ടുകുടുംബങ്ങളും എല്ലാവരും ഒന്നിച്ചു ചേരുമ്പോ അവിടെ ഇമ്പമുണ്ടാകുന്ന അവസ്ഥയുണ്ടാവേണ്ടതുണ്ട്. പരസ്പരം അകലുകയല്ല, പരസ്പരം അടുക്കുകയാണ് വേണ്ടത്. പണ്ടുകാലങ്ങളിൽ വേലിക്കെട്ടുകൾ പോലുമില്ലാത്ത വീട്ടിന്റെ അയൽപ്പക്കങ്ങളും അതുപോലെ കുടുംബത്തിലെ മറ്റു വീടുകളും പരസ്പരം ബന്ധപ്പെടാൻ പോലും സാധിക്കാത്ത, ഒരുപക്ഷെ വല്ല അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ പോലും വീട്ടിലൊരു തീപിടുത്തമുണ്ടാവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലൊരു അപകടമുണ്ടാവുക, അപ്പോൾ വീട്ടിലേക്ക് കയറി വരാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വൻ മതിലുകളെ കൊണ്ട് വേർതിരിച്ചതായിട്ടാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുക. അഥവാ പരസ്പരം അടുപ്പമല്ല, കുടുംബം എന്ന് പറയുമ്പോ ആ കൂടുമ്പോഴുള്ള ഇമ്പമല്ല, പരസ്പരം അകൽച്ചയാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇണകളും മക്കളുമെല്ലാം നമ്മുടെ കണ്ണിന്റെ കുളിർമയായി മാറേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും അവിടെ ഇണകളായി ജീവിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്താനങ്ങളുമെല്ലാം ഖുർറത്തു ഐൻ, അവരുടെ കൺകുളിർമയായി മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമ്മുടെ ഒരു പ്രാർത്ഥനയായി, എന്റെയും നിങ്ങളുടെയും ഓരോ വിശ്വാസിയായ സഹോദരന്റെയും സഹോദരിയുടെയും ഒരു പ്രാർത്ഥനയായി, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഴ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അത് നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. വിശ്വാസികളായ ആളുകളുടെ സ്വഭാവം വിശദീകരിക്കുന്നിടത്ത് അവർ പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഴ്യുൻ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ നീ മുത്തഖിയാക്കിയാൽ പോരാ, തഖ്വയുള്ളവരാക്കിയാൽ പോരാ, തഖ്വയുള്ളവർക്ക് മുന്നിൽ നടക്കുന്നവരാക്കണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറയുമ്പോ പടച്ചോനെ ഞങ്ങളെ തഖ്വയുള്ളവരാക്കണമേ എന്നല്ല, ഭക്തരാക്കണമേ എന്നല്ല, സൂക്ഷ്മത പാലിക്കുന്നവരാക്കണമേ എന്നല്ല. അങ്ങനെ സൂക്ഷ്മത പാലിച്ചു ജീവിക്കുന്ന ആളുകളുടെ മുന്നിൽ നടക്കാൻ യോഗ്യനാക്കണം എന്നെ, അവരുടെ ഇമാമായി നടക്കാൻ യോഗ്യനാക്കണം തന്നെ എന്നാണ് പറയുന്നത്. അപ്പോ വിശ്വാസികളായ നമ്മളിലുണ്ടാകേണ്ടുന്ന പ്രാർത്ഥനയും ഈ കുടുംബത്തിൽ നിന്ന് കൺകുളിർമയുണ്ടാവണമേ എന്ന പ്രാർത്ഥനയാണ്. ഞാൻ ഓതിവെച്ച ആയത്തിൽ വിശുദ്ധ ഖുർആൻ 66-ാം അധ്യായം 6-ാമത്തെ സൂക്തത്തിൽ പറയുന്നതും യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ മാത്രം അള്ളാഹുവിന്റെ നരകശിക്ഷയിൽ നിന്ന് കാത്താൽ പോരാ, മറിച്ച് നിങ്ങളുടെ കുടുംബത്തെയും കാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ പലരുമുണ്ട്. അവിടെയൊക്കെ നമ്മൾ ആ നരകത്തിൽ നിന്ന് അവരെ കാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കുടുംബനാഥൻ 5 നേരം പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായി നമസ്കരിക്കും, ഭാര്യ ഒരുപക്ഷെ ഇസ്ലാമികമായ വേഷവിധാനത്തിലൂടെ നടക്കുന്നവളാകില്ല.
ഒരുപക്ഷെ മക്കൾ ഇന്നത്തെ ഫാഷനുകൾ സ്വീകരിക്കുന്നവരായിരിക്കും. അവർക്കൊന്നും ഇസ്ലാമിക ബോധമുണ്ടാവുകയേ ഇല്ല. ഞാൻ സമാധാനിക്കാൻ പറ്റുമോ? ഞാൻ ഏതായാലും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, എന്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ടല്ലോ എന്ന് സമാധാനിക്കാൻ നമുക്ക് കഴിയില്ല, ഒരു വിശ്വാസിക്ക് കഴിയില്ല, ഒരു വിശ്വാസിനിക്ക് കഴിയില്ല. മറിച്ച് എന്റെ കുടുംബത്തെയും ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക, സംരക്ഷിക്കുക എന്ന ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കുമാറാകണം. എന്നാൽ ഈ പറഞ്ഞ നമുക്ക് സംരക്ഷണമായ, നമുക്ക് സഹായമായ, നമുക്ക് എല്ലാം നൽകുന്ന ഈ കുടുംബ സമ്പത്തെ അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അരാജകത്വവാദം എന്ന് പറയുന്നത്, ലിബറൽ ചിന്താഗതി എന്ന് പറയുന്നത്, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്, നാസ്തികത എന്ന് പറയുന്നത്, ഇതൊക്കെ ഓരോന്നും മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ടുന്ന വിഷയമാണ്. അവയുടെ എല്ലാം മൊത്തമായിട്ട് അവർ വിചാരിക്കുന്ന അവരുടെ പ്ലാൻ ഈ സംവിധാനം, കുടുംബമെന്ന സംവിധാനം തകർക്കുക എന്നതാണ്. ഇവിടെ ഒരു നിയന്ത്രണവും ആവശ്യമില്ല. ഞങ്ങൾക്ക് മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ഹിതങ്ങൾ അതുമാത്രം മതി എന്ന് പറയുന്ന രൂപത്തിലുള്ള ചിന്താഗതികളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവുക, അത് ആർക്കും ഒരു അട്രാക്റ്റീവായിട്ടുള്ള മേഖലയാണ്. അത് പറയുമ്പോൾ ഇമ്പം തോന്നുകയും അതിലേക്ക് ആളുകൾ ആകൃഷ്ടരാവുകയും ചെയ്യും. എന്നാൽ അതിലൂടെ തകരുന്നത് ഈ കുടുംബമാണ്. ഈ കുടുംബ സംവിധാനം തകർന്നാലുള്ള പ്രശ്നമോ അതാണ് ഇന്ന് യൂറോപ്യൻ നാടുകളിൽ ഇത് ആദ്യമേ പരീക്ഷിച്ചിട്ടുള്ള യൂറോപ്യൻ നാടുകളിൽ ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലൊക്കെ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന, തന്തയില്ലാത്ത അമേരിക്ക എന്ന് പറയുന്ന രൂപത്തിൽ ഉള്ള പുസ്തകങ്ങൾ വരെ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അഥവാ ആരാണ് തങ്ങളുടെ അച്ഛൻ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലുള്ള തലമുറകൾ വളർന്നു വരുമ്പോ ഇവിടെ അരാജകത്വം വർദ്ധിക്കുകയാണ് ചെയ്യുക. ഈ ഒരു സംവിധാനത്തിലേക്കാണ് ആളുകൾ പരസ്പരം ഈ പറഞ്ഞ ജെൻഡർ ന്യൂട്രാലിറ്റി, ലിബറൽ വാദം, ഇതുപോലെയുള്ള വാദങ്ങളിലൂടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ കുടുംബ സംവിധാനം തകർന്നാലുണ്ടാകുന്ന പ്രശ്നം, അന്യോന്യമുണ്ടാകുന്ന ബന്ധങ്ങൾ ശിഥിലമാകും. കുടുംബം എന്ന സ്ഥാപനം അത് പേരിന് പോലും ഇല്ലാതെയാകും. സമൂഹം തകർന്നടിയും. അധാർമികതകളും ജീർണതകളും സമൂഹത്തിൽ വ്യാപിക്കും. വൃദ്ധരായ ആളുകൾ ഉപേക്ഷിക്കപ്പെടും. കുട്ടികളായ ആളുകൾ അനാഥരാകും. ഇങ്ങനെയുള്ള ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ കുടുംബം എന്ന ആ സ്ഥാപനം തകർന്നാൽ ഇവിടെ ഉണ്ടായിത്തീരുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ ഈ സമൂഹത്തിന്റെ ഗതി എന്താ? കുട്ടികൾക്ക് ഒരു അന്തമില്ല, രക്ഷിതാക്കൾക്ക്, പ്രായമായ ആളുകൾക്ക് അവർക്ക് ഏതെങ്കിലും രൂപത്തിൽ സംരക്ഷണം നൽകാൻ ആളുകളില്ല. സർവ്വവ്യാപകമായ അരാജകത്വമാണ്, ജീർണതകളാണ്, അത്തരത്തിലുള്ള തിന്മകളാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കുടുംബമെന്ന സംവിധാനം അത് തകർന്നാൽ ഉണ്ടായിത്തീരുക. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കുടുംബത്തിന്റെ പ്രാധാന്യം, അത് നിലനിൽക്കേണ്ടുന്നതിന്റെ ആവശ്യകത വാക്കുകളിലൂടെ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ ഈ ഓരോ വാക്കുകളെയും ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ്. അതിന് പറ്റുന്ന അവസരങ്ങളല്ല. കൂടുതൽ നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി കാര്യം ഈ പറഞ്ഞ രൂപത്തിൽ ഒരു കുടുംബം എങ്ങനെ നിലനിൽക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധത്തിന്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കി ആ കുടുംബബന്ധത്തെ ശക്തമായി നിലനിർത്താനുള്ള ഒരു ബോധം നമ്മുടെ മനസ്സുകളിലെല്ലാം ഉണ്ടാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു അവസ്ഥ അവൻ നമുക്കെല്ലാവർക്കും നിലനിർത്തി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വായിച്ചിട്ടുള്ള വാർത്ത പഹൽഗാം എന്ന് പറയുന്ന കാശ്മീരിലെ, വളരെ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീരിലെ
പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകര ആക്രമത്തെ സംബന്ധിച്ചാണ്. 26 ജീവനിലധികം അവിടെ പൊലിഞ്ഞുപോയി. ഒരുപാട് ആളുകൾ ആശുപത്രികളിലാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വാർത്തകൾ. അതുപോലെ തന്നെ ഈ സംഭവം, ഈ ഭീകരാക്രമണം എന്ന് പറഞ്ഞത് അവിടത്തുകാരെ സംബന്ധിച്ചിടത്തോളം, കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനും ജീവിതവും നരകതുല്യമാക്കി തീർക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവരെ എത്തിച്ചേർക്കുക എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദികൾ ആരായിരുന്നാലും ശരി, ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പല രാജ്യങ്ങളെ സംബന്ധിച്ചുമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകളിൽ ചില ആളുകളെ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആരായിരുന്നാലും, ഇതിന്റെ ഉള്ളിൽപ്പെട്ട ആളുകളോ പുറത്തുള്ള ആളുകളോ ആരായിരുന്നാലും അവരെ പിടികൂടുകയും ശക്തമായ ശിക്ഷകൾ നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ള പല ആളുകളും ഇതിന്റെ പിന്നിൽ ഇതിനെ ഒരു വർഗീയമായ പ്രശ്നമാക്കി മാറ്റണം, വംശീയമായ ഒരു വേർതിരിവാക്കി, ചേരിതിരിവാക്കി മാറ്റണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു ഭീകരവാദ പ്രവർത്തനം അവിടെ ഉണ്ടാവുകയും പല ആളുകളും അവിടെ ഭീകരവാദികളുടെ വെടിയേറ്റുകൊണ്ട് വീഴുകയും ചെയ്ത സമയത്ത് അവിടെയുണ്ടായിരുന്ന കാശ്മീരികളായ ആളുകളുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മാധ്യമ ലോകത്തു നിന്നും അതുപോലെ മറ്റ് വാർത്താ മേഖലകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. അവിടെ കുതിരപ്പുറത്ത് ആളുകളെ കയറ്റിക്കൊണ്ട് അതിലൂടെ ഉപജീവനം നടത്തിയിരുന്ന സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന വ്യക്തി ഭീകരവാദികളുടെ വെടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. അയാൾ എങ്ങനെയാണ് മരണപ്പെട്ടത്? ഈ ഭീകരവാദികൾ അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് നേരെ വെടിയുതിർത്തുന്നത് കേട്ടപ്പോ അവരുടെ തോക്കുകൾ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും അവരുമായി ഏറ്റുമുട്ടുകയും ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ആള് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കാശ്മീരികളായ ആളുകൾ അവർക്ക് നൽകിയിട്ടുള്ള സഹായം, ഈ സംഭവം നടന്നതിന് ശേഷം അവിടെയുള്ള കച്ചവടക്കാരും അതുപോലെ വ്യാപാരികളും നാട്ടുകാരുമായിട്ടുള്ള ആളുകൾ ഒരു ബന്ദിന് സമാനമായ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. അഥവാ കടകളൊക്കെ അവർ അടിച്ചിട്ടു. അതുപോലെ തന്നെ ഇത് ഒരു ജനകീയ പ്രശ്നമാക്കി അവർ മാറ്റി. എന്നിരുന്നിട്ട് കൂടി അവിടെ വന്നു ചേർന്നിട്ടുള്ള ആളുകൾ, ആ ആളുകളെ അവർ സംരക്ഷിക്കുകയും അവർക്ക് വെള്ളവും ഭക്ഷണവും അവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ പിതാവ് മരണപ്പെട്ടുപോയി, പ്രായം ചെന്ന ഒരു പിതാവ് മരണപ്പെട്ടുപോയി. ആ സഹോദരി പറയുന്നത്, ഈ ഭീകര പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷം അവിടെയുണ്ടായ സംഭവങ്ങളിൽ നിന്ന് എനിക്ക് അവിടെ വെച്ചുകൊണ്ട് 2 സഹോദരങ്ങളെ കിട്ടി എന്നാണ്. മുസ്ലിം സഹോദരങ്ങളെ കിട്ടി, അവരെ അള്ള രക്ഷിക്കട്ടെ എന്നാണ് ആ സഹോദരി പറയുന്നത്. കാരണം എന്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം മോർച്ചറിയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുള്ളപ്പോ ഈ ആളുകളാണ്, മുസ്ലിം സഹോദരങ്ങളാണ് ഞങ്ങൾക്ക് സഹായകമായിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ടുള്ളത് അവരായിരുന്നു. അതുകൊണ്ട് അവരെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. അഥവാ പല ആളുകളും ഒരുപക്ഷെ ഇതിനെ ഒരു വംശീയ വർഗീയ കലാപമാക്കി മാറ്റണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങളാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. പേര് ചോദിച്ച് മുസ്ലിമാണോ അല്ലേ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആക്രമിച്ചു എന്ന് പറയുന്ന ആദ്യം വന്നിട്ടുള്ള വാർത്തകൾ അപ്പാടെ നിഷേധിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പിന്നീട് വന്നിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ വാർത്താ മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, എന്താണ് അവിടെ കൃത്യമായി സംഭവിക്കുന്നത് എന്നറിയാനും കഴിയില്ല. ഏതായിരുന്നാലും രാജ്യത്ത് നടന്നിട്ടുള്ള ഈ സംഭവത്തെ ശക്തമായി അപലപിക്കേണ്ടതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരായിരുന്നാലും കണ്ടെത്തേണ്ടതാണ്. വളരെ ശക്തമായ ശിക്ഷ അവർക്ക് നേരെ നൽകേണ്ടതാണ്. അത് മറ്റേതെങ്കിലും രാഷ്ട്രത്തിൽ നിന്നാണെങ്കിൽ അവർക്കെതിരെ നടപടികൾ എടുക്കേണ്ടതാണ്. രാജ്യത്തെ ജനങ്ങൾ മത ചിന്തകൾക്കപ്പുറം അവർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ് എന്ന കാര്യം നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മെ പഠിപ്പിച്ചത്, പ്രവാചകനും നമ്മെ പഠിപ്പിച്ചത്, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തോടുള്ള സ്നേഹത്തോടുകൂടി ജീവിക്കണം എന്നതാണ്. രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. അങ്ങനെ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഭീകരവാദത്തെ എതിർക്കുന്ന ഇസ്ലാം ഭീകരവാദത്തിന് തീർത്തും എതിര് നിൽക്കുന്ന ഒരു ആശയമാണ് പഠിപ്പിക്കുന്നത്. ആരെയെങ്കിലും ഒരാളെ അകാരണമായി കൊണ്ട് കൊലപ്പെടുത്തിയാൽ അവൻ ഇന്ന് ജീവിക്കുന്ന 700 കോടി മനുഷ്യരെ കൊലപ്പെടുത്തിയതിന് തുല്യമാണ്. ഒരു മുസ്ലിമിന് ഭീകരവാദിയാകാൻ കഴിയില്ല. ഒരു മുസ്ലിമിന് വേറെയൊരാളെ കൊല്ലാൻ കഴിയില്ല. കാരണം അവൻ ഒരാളെ അകാരണമായി കൊന്നാൽ 700 കോടി മനുഷ്യരെ കൊന്നവനെ പോലെയാണ് ലോകത്ത് ജീവിക്കുന്ന. അവൻ ഒരാളെ, നേരെ വിപരീതവും പറയുന്നു, അവൻ ഒരാളെ ജീവിപ്പിച്ചാൽ, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ നൽകിയാലും ഇതേ പരിഗണന അള്ളാഹു നൽകുന്നു എന്നാണ്. അതുകൊണ്ട് മുസ്ലിം തീവ്രവാദിയാകില്ല. ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയോടുകൂടി നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിക ബോധത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന, സാധ്യമാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തോടുകൂടി ജീവിക്കുന്ന നമുക്കോരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൽ നിന്ന് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബാംഗങ്ങളിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, ഭർത്താക്കന്മാരിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്നൊക്കെ കൺകുളിർമകൾ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം അവൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായിട്ടുള്ള ആളുകൾ, ബെഡ് റെസ്റ്റുകളിൽ കഴിയുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകൾക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.